ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. അസ്സ വജല്ലായ അല്ലാഹു മതി എനിക്ക്, എൻ്റെ കൽബിലില്ല മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒന്നും എൻ്റെ കൽബിലില്ല. മാ ഫിൽ ജുബ്ബത്തി ഇല്ലല്ലാഹ്, അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ പറഞ്ഞില്ല. ഇയാൾക്ക് ഈ മാഫി ജുബ്ബത്തി ഇല്ലല്ലാ, ജുബ്ബയിൽ അല്ല അല്ലാതെ വേറെ ആരുമില്ല എന്ന് പറയാൻ ഇയാൾക്ക് മനസ്സ് വരുന്നില്ല. അതെ, അപ്പോൾ ഇയാൾ കൽബാക്കി, കൽബിൽ അല്ലയല്ലാതെ വേറൊന്നുമില്ല. അതായത് ദിക്ർ ചെല്ലുന്നയാളെ ജീവനുള്ള ശരീരത്തോടും ദിക്ർ ചെല്ലാത്തവനെ ശവത്തോടുമാണ് ഉപമിച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും എന്തിനല്ല, നേരത്തെ പറഞ്ഞ ഒളിച്ചു കളത്തിൽ നിന്നുള്ള ഏർപ്പാടല്ല. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പിറ്റേന്ന് അള്ളാൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്കിതുകൊണ്ട് ലഭിക്കേണ്ട നേട്ടങ്ങൾ അള്ള നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനു വേണ്ടി തന്നെയാണ്, അതല്ലാതെ അള്ളയാകാനല്ല. അള്ളയാകുവാൻ എന്നുള്ള ചിന്ത വരുന്നുണ്ടോ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശൈത്താനിയത്താണ്. അഹ്ലുസുന്നയുടെ വിശ്വാസങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാരകമായ പരിക്കേൽപ്പിച്ച ആളുകളാണ് ലോകത്ത് സൂഫികൾ എന്ന് പറയുന്നത്. ആ സൂഫികളുടെ ഏറ്റവും ഗുരുതരമായ ഗൗരവമേറിയ പിഴച്ച വാദങ്ങളിൽ ഒന്നാണ് വഹ്ദത്തുൽ വജൂദിൻ്റെ ഹുലൂൽ ഇത്തിഹാദിൻ്റെ അള്ളാഹു സൃഷ്ടികളും സൃഷ്ടാവും തമ്മിൽ ലയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലോകത്ത് കാണുന്നതെല്ലാം അള്ളാഹുവാണ് എന്നുള്ള അത്തരത്തിലുള്ള വാദങ്ങളും നിലപാടുകളുമെല്ലാം. അത്തരത്തിലുള്ള വാദങ്ങളും നിലപാടുകളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സൂഫികളായ പണ്ഡിതന്മാർ എഴുതിയും പഠിപ്പിച്ചും പോന്നതാണ്. നമ്മുടെ നാട്ടിൽ സമസ്തയുടെ ആദ്യകാല പണ്ഡിതന്മാർ അത് പ്രചരിപ്പിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇന്നും ഇരു സമസ്തയിലെയും വ്യത്യസ്തരായ പണ്ഡിതന്മാർ അവരുടെ പ്രഭാഷണങ്ങളിലും എഴുത്തുകളിലുമെല്ലാം ഈ ഒരു വാദം ഒളിച്ചും പാത്തും ഒളിച്ചു കടത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കെ സമസ്തയുടെ പ്രധാനപ്പെട്ട നേതാവ് എം ടി അബ്ദുള്ള മുസ്ലിയാർ നടത്തിയ ഒരു മജ്ലിസിൽ, ഒരു പരിപാടിയിൽ നടത്തിയ ഒരു പ്രസ്താവന. അത് കേട്ടുകൊണ്ട് നമുക്ക് ബാക്കി ചർച്ചയിലേക്ക് പ്രവേശിക്കാം. ആ ഓർക്കുന്ന അല്ലാഹു ഇലാ ദിക്രി മാ വുജൂദി ഗൈബത്തിൻ അമ്മാ സിവൽ മദ്കൂർ, മദ്കൂറായ അല്ലാഹു, മദ്കൂറായ അല്ലാഹു മാത്രം കൽബില്. ദിക്റിന് അങ്ങോട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ വേറൊന്നും കൽബിലില്ല. അല്ലാഹു ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. അസ്സ വജല്ലായ അല്ലാഹു മതി എനിക്ക്, എൻ്റെ കൽബിലില്ല മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒന്നും എൻ്റെ കൽബിലില്ല. അതാണ് ഗൈബത്ത്. ഇലാ ദിക്രി മാ വുജൂദി ഗൈബത്തിൻ അമ്മാ സിവൽ മദ്കൂർ, അല്ലാഹു അല്ലാതെ മറ്റൊന്നും ഇല്ല. മാ ഫിൽ ജുബ്ബത്തി ഇല്ലല്ലാഹ്, അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ പറഞ്ഞില്ലേ, മാ ഫിൽ ജുബ്ബത്തി ഇല്ലല്ലാഹ്, എൻ്റെ ഈ ഹൃദയത്തിന്റെ ഉള്ളില് അല്ലാഹു അല്ലാതെ മറ്റൊന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ അത് അല്ലാഹു അവന്റെ മഹാന്മാരായ ഔലിയാക്കൾക്ക്, അല്ലാഹു അവന്റെ മഹാന്മാരായ ഔലിയാക്കൾക്ക് നൽകുന്ന മഹത്തായ ഒരു സ്ഥാനവും പദവിയുമാണത്. അതിലിപ്പോൾ അദ്ദേഹം ശരിക്കും അവരുടെ ആ ഒരു ആശയമാണ് പറയണത്. പക്ഷെ അത് പറയാൻ അദ്ദേഹത്തിന് പച്ചക്ക് പറയാൻ എന്തോ ഒരു മടിയുള്ളത് പോലെ. അതുകൊണ്ടാണ് ഇങ്ങനെ ദിക്റിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞ് അതേപോലെ തന്നെ ബിസ്താമിയുടെ ആ വാചകത്തിന് വേറൊരു അർത്ഥമൊക്കെ വെച്ച് അങ്ങനെ ഒരു ഒളിച്ചു കടത്തുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതിനുള്ളൊരു പ്രധാന കാരണം എന്തായിരിക്കും? സത്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഇവരുടെ, അഥവാ നമ്മുടെ നാട്ടിലെ സമസ്ത വിഭാഗങ്ങളുടെ ഏത് വിഷയങ്ങൾ ചർച്ചക്കെടുത്താലും നമുക്ക് ധൈര്യമായിട്ട് പറയാം, അഥവാ ലോകത്ത് ജൂത ക്രൈസ്തവ ആശയങ്ങൾ അത് ഉണ്ടും അതിനോട് ഉരസിയൊക്കെ കഴിഞ്ഞു വന്ന ആളുകൾ പിന്നെ അതിനെ അവരുടെ ഒരാശയമാക്കി മാറ്റി അതിന് വേണ്ട കുറേ കാര്യങ്ങൾ പിന്നെ കെട്ടിപ്പടുത്ത് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് എന്നുണ്ടായിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്പോൾ ഈ ഖവാരിജുകൾ, ഷിയാക്കൾ, സൂഫികൾ, ഇനി മുഅ്തസിലിയാക്കളാകട്ടെ ജബരിയാക്കളാകട്ടെ ഏത് പിന്നെ ളലാലത്തിൻ്റെ വിഭാഗങ്ങളെടുത്താലും നമ്മൾ കാണുന്ന ഒരു സംഗതി അതാണ്. ഇപ്പോൾ ഇവിടെ ഈ ഹുലൂലി ഇത്തിഹാദ് അഥവാ അദ്വൈത അവതാരവാദം, ഇത് പിന്നെ എല്ലാ വ്യതിയാന കക്ഷികളും ഈ വിഷയത്തിലാകെ
പിന്നെ കെട്ടിക്കുടുങ്ങി പണിഞ്ഞൊരവസ്ഥയുള്ളത്. എല്ലാവരും മുഅ്തസിലിയാക്കൾക്കും അതിലൊന്ന് ഇറങ്ങി കയറേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ ജബരിയാക്കൾക്കും പിന്നെ ഷിയാക്കൾക്കും സൂഫികൾക്കും എല്ലാ ടീമിനും അതിൽ അവരുടേതായ ഒരു പങ്കാളിത്തം ഉറപ്പിച്ച് തന്നെ പോരേണ്ടി വന്നിട്ടുള്ളത്. അതാണ് ഈ അദ്വൈത അവതാരവാദത്തിൻ്റെ ഒരു അവസ്ഥ എന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ എന്താണ് ശങ്കരാചാര്യരുടെ വാദമായിട്ട് അദ്വൈതവാദം പിന്നെ അധികം ആളുകൾക്ക് അറിയുന്നൊരു വിഷയമാണ്. അഥവാ ഒന്നുള്ളൂ എന്ന വാദം. എല്ലാം ലയിച്ചു അത് ഒന്നായി ആ ഒന്ന് എന്ന സങ്കല്പത്തിലേക്ക് എന്ത് ചെയ്യുക, വിശ്വാസത്തിലേക്ക് എത്തുക എന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അറബി രൂപത്തിലാണ് ഇവരെന്ത് ചെയ്യുക, ഇതിനെ കൊണ്ടു നടക്കുക. ഇതിൻ്റെയൊക്കെ ഒരു അസിൽ ജൂത ക്രൈസ്തവ വിഭാഗമാണ്. വിശുദ്ധ ഖുർആൻ അവരെ പറ്റി പറഞ്ഞല്ലോ. പിന്നെ കുൽ പ്രവാചകരെ പറയുക, യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലു ഫീ ദീനിക്കും ഗൈറൽ ഹഖ്, നിങ്ങൾ അന്യായമായിട്ട് എന്ത് ചെയ്യരുത്, അള്ളാഹുവിൻ്റെ ദീനിൽ ന്യായമില്ലാതെ നിങ്ങൾ ഈ അതിര് വിട്ടു പോകരുത്. വലാ തത്തബിയു അഹ്വാ ഖൗമിൻ ഖദ് ളല്ലു മിൻ ഖബിൽ, ഈ പഴച്ച ആളുകളെ നിങ്ങൾ പിൻപറ്റി ദേഹേച്ഛകളെ പിൻപറ്റി നിങ്ങൾ പഴച്ചു പോകരുത്. ഇങ്ങനെ ജൂത ക്രൈസ്തവരോട് അള്ളാഹു ശക്തമായ താക്കീത് കൊടുത്ത വിഷയമാണ്. കാരണം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ അവരതിര് വിട്ടു, അവർക്ക് വേണ്ട കൈകടത്തലുകളും മറ്റൊക്കെ നടത്തിയതിൻ്റെ ഫലമാണ് ഈസാ നബി അലൈഹി സ്വലാമിൻ്റെയും ഹുസൈർ നബി അലൈഹി സ്വലാമിൻ്റെയൊക്കെ പേരിൽ എന്തായത്, അവർക്ക് ഇത്തരം വാദങ്ങളിലേക്ക് പോകേണ്ടി വന്നത്. പക്ഷേ അവരിതിനൊരു അടിത്തറ പാകിയെങ്കിലും അതിൻ്റെ അപ്പുറത്തേക്ക് പോയി ആര്, അവരെ പിൻപറ്റി വന്ന ഷിയാക്കളും സൂഫികളൊക്കെ. ഇപ്പോൾ ഇവിടെ ഇയാൾ മാഫിൽ ജുബത്തി ഇല്ലല്ലാ, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയണ ഈ പിന്നെ സൂഫി പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ മാഫി കൽബി ഖൈറുല്ലാ എന്നൊക്കെ പാടിങ്ങാണ്ട് ഭയങ്കര വർത്താനം പറഞ്ഞല്ലോ. അപ്പോൾ ഇയാൾക്ക് ഈ മാഫി ജുബത്തി ഇല്ലല്ലാ, ജുബയിൽ അള്ളേ അല്ലാതെ വേറെ ആരുമില്ല എന്ന് പറയാൻ ഇയാൾക്ക് മനസ്സ് വരുന്നില്ല. അതെ, അപ്പോൾ ഇയാൾ കൽബാക്കി, കൽബിൽ അള്ളേ അല്ലാതെ വേറൊന്നുമില്ല എന്നിടത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു മാഫിൽ ജുബത്തി ഇല്ലല്ലാ എന്നതിൻ്റെ അർത്ഥം പോലും പറയാൻ ഇയാൾക്ക് കഴിയുന്നില്ല. അപ്പം അത് മുസ്തഫൽ ഫൈസി എഴുതിയ ത്രിമാന തീർത്ഥം എന്നുള്ള പുസ്തകം വെറും സൂഫിസം പഠിപ്പിക്കാനുള്ള ആ സൂഫിസത്തിൻ്റെ എല്ലാ വൃത്തികേടുകളും നിറച്ച് വെച്ച പുസ്തകമാണിത്. ഇതിൽ ഇതേ സംഗതി ഉണ്ട്. ഈ പുസ്തകത്തിൻ്റെ പിന്നെ 329 ജുബ്ബ, ഒരു ഭാഗമാണ് ജുബ്ബ, അഥവാ ജുബ്ബയിൽ അള്ളാഹു ഒഴികയില്ല എന്നത് വളരെ ലളിതമാണ്. മറ്റുള്ളവരുടെ ജുബ്ബക്ക് അനവധി പോക്കറ്റുകൾ ഉണ്ടാകും, അതിൽ ധാരാളം പണവും. എന്നാൽ എൻ്റെ പോക്കറ്റിൽ പണമില്ല, അള്ളാഹുവിൽ എല്ലാം ഞാൻ അർപ്പിക്കുന്നു. ഉള്ള പണമെല്ലാം സംഭാവന ചെയ്ത സിദ്ദീഖോട് എന്താണ് താങ്കൾ വീട്ടിൽ ബാക്കി വെച്ചതെന്ന് ചോദിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞത് അള്ളാഹു റസൂൽ എന്നാണ്. വീട്ടിൽ അള്ളാഹു യഥാർത്ഥത്തിലോ അതേ അർത്ഥത്തിൽ ഏതർത്ഥത്തിലോ അതേ അർത്ഥത്തിൽ ജുബ്ബയിലും. ചുരുക്കി പറഞ്ഞാൽ വിവരമില്ലാത്ത ഭരണാധിപന്മാരുടെയും അസൂയാലുക്കളായ ചില പണ്ഡിത സൂഫികളുടെയും കാലത്ത് നടക്കേണ്ടതാണ് ആ കണ്ടത് അള്ളാഹുവിൽ ശരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ജുബ്ബക്ക് അർത്ഥം എന്താ, വസ്ത്രം, ജുബ്ബ എന്നുള്ള നിലയ്ക്കുന്നത്. ആ ജുബ്ബയിലുള്ള മനുഷ്യനും അള്ള തന്നെയാണ് എന്നുള്ളിടത്താണുള്ളത്. അത് അനൽ ഹക്കിൻ്റെ വിഷയത്തിലും ഒക്കെ എന്താണ് അവർ എവിടേക്കാണത് കൊണ്ടുപോകുന്നത് എന്ന് കൃത്യമായി തന്നെ ഈ പുസ്തകത്തിൽ പറയും. എത്രത്തോളം വെച്ചാൽ മൂസാ നബി അലൈഹി സ്വലാമിനെ തന്നെ വെച്ചിട്ട് പറയുന്നുണ്ട്. അഥവാ ഇവിടെ എന്താണ് ലയിച്ചിട്ട്, അതാ അള്ളാഹുവിൽ ലയിച്ചു, അപ്പോൾ സംസാരിച്ചവനും സംസാരിക്കപ്പെട്ടവനും ഫലത്തിൽ അള്ളാഹുവാണ്. പണ്ട് വീരാനവല്യ പാപ്പ പറഞ്ഞ അതെ, അതാണ് ഇവിടെ ഇപ്പോൾ ഇയാൾ പറഞ്ഞ വെച്ചാൽ ദാക്കിറും മദ്കൂറും. ദാക്കിർ എന്ത് ചെയ്യുക, മദ്കൂറിലേക്കാണ് ലയിച്ചു. അതാ ലാഫിൽ പിന്നെ ലാഫിൽ ജുബത്തി ഇല്ലല്ലാ, ദാക്കിറായ ആളും എന്തുതന്നെയാണ്, മദ്കൂറായ അള്ള തന്നെയാണ്. അല്ലെങ്കിൽ ആ സന്നിധിയിൽ നിൽക്കാനോ സംഭാഷണം കേൾക്കാനോ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ ഇത് ശരിക്കും ഇവർക്ക് സമൂഹത്തെ പേടിയുണ്ട്. കാരണം ഇടക്കാലത്ത് പിന്നെ മടവൂർ അള്ള എന്ന് പറഞ്ഞല്ലോ, പടച്ചോ ഞങ്ങളെ മടവൂർ. അത് പറയാൻ കാരണം വെച്ചാൽ ഈ സൂഫികളിലൂടെ അള്ളാഹുവിൻ്റെ നൂറിങ്ങനെ കയറി ഇറങ്ങി വന്ന് അത് എല്ലാവരിലും വന്ന് ഇപ്പോൾ എവിടെയുള്ളത്, മടവൂരിൽ മറവ് ചെയ്യപ്പെട്ട ഈ വ്യക്തിയിലാണ് ഇപ്പോൾ അതുള്ളത്. ഇപ്പോൾ മടവൂരിലെ നൂറാനിയത്ത് എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മറവ് ചെയ്യപ്പെട്ട ആളും ആരെന്നെയാണ്, അത് തന്നെയാണ്. മൂപ്പര് വെച്ച ആൾക്കാർക്ക് എന്ത് ചെയ്യുക, അത് പാടാം. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് പിന്നെ ഇങ്ങനെ പരസ്യമായിട്ട് പറയാനുള്ള വലിയൊരു പേടി ഉണ്ട്. ഇനി മാത്രമല്ല ഇത് ഇത്രത്തോളം മുസ്ലിം സമൂഹത്തിൽ ഇങ്ങനെ ചീർത്ത് വീർത്ത് വരാനുള്ള കാരണം ശരിക്ക് ഈ ഹിജറ 4ാം തലമുറയിലൊക്കെ ഉണ്ടായി വന്ന ഈ ഷിയാ സൃഷ്ടിയായിട്ടുള്ള സൂഫികളാണ്. ഇബ്നു അറബിയും ഹല്ലാജും ഒക്കെയാണ് ഈ സംഗതി എന്താക്കിയത്, ഇവിടെ നിന്നിട്ട് ജനങ്ങൾക്കടിയിലിട്ട് ഇറക്കിയത്.
അപ്പോൾ അതങ്ങനെ ഇറങ്ങിയപ്പോൾ ഇപ്പോൾ ഇസ്ലാം പഠിപ്പിച്ച പ്രകാരം അള്ളാഹുവിൻ്റെ റുബൂബിയത്ത്, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത്, അതുപോലെ അസ്മാഉല്ലാഹി വസിഫാത്ത്, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ, ഇവർ തൗഹീദിനെ വേറെ 3 കൊലത്തിലാക്കി. അഥവാ ഒന്ന് തൗഹീദ് ആമാണ്. തൗഹീദ് ആം പറഞ്ഞാൽ ആരാധ്യൻ അല്ല മാത്രം എന്നിടത്തേക്ക് എത്തുക. 2 തൗഹീദ് ഖാസാണ്. ആ ആരാധ്യൻ അല്ലാ എന്നതിന് വേണ്ട തെളിവുകളും മറ്റു കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി ഉറപ്പിച്ചിങ്ങനെ നിർത്തുക. അഥവാ ആദ്യം അയാൾ ശരീഅത്തിൽ കിടക്കണം, പിന്നെ അയാൾ ത്വരീഖത്തിൽ കിടക്കണം. ഇനി 3ാമത്തതാണ് തൗഹീദ് ഖാസുൽ ഖാസ്. ഈ തൗഹീദുൽ ഖാസുൽ ഖാസ് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്തു, ഹഖീഖത്തിലേക്ക് എത്തി. ശരീഅത്തിൽ കയറി ത്വരീഖത്തിലൂടെ അയാൾ എവിടെ എത്തി, ഹഖീഖത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അയാൾ ഫനാ ചെയ്തു, അയാൾ ലയിച്ചു എന്നർത്ഥം. അപ്പോൾ ഇത് പച്ച മലയാളത്തിൽ ഇവിടെ സാധാരണക്കാർക്ക് വായിക്കാവുന്ന രൂപത്തിൽ സമസ്തന്നെ ഇത് ഈ 3 സംഗതി. വഹലത്തുമാല വ്യാഖ്യാനം, ഇത് KVM പന്താവൂരാണ് ഇത് വ്യാഖ്യാനിച്ച ആൾ. ഇതിൻ്റെ പിന്നെ 34ാമത്തെ പേജിൽ ഈ 3 ഇനവും പറയുന്നുണ്ട്. ഏത് സാധാരണക്കാരായ 1ാമത്തെ ദശക്കാർ മനസ്സിലാക്കിയ തൗഹീദുൽ ആം, അത് കഴിഞ്ഞ 2ാമത്തെ അർത്ഥം ദഹിക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാതെ ലക്ഷ്യമില്ല, പിന്നെ ഖസ്ദാണ് ലക്ഷ്യം. അത് കഴിഞ്ഞ് 3ാമത്തത് കെലിമയുടെ അർത്ഥം പിന്നെയും മാറുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാതെ യാതൊന്നുമില്ല. ഇത് ദഹിക്കാൻ 3ാമത്തെ ദശയിലേക്ക് തന്നെ വേണം. കാരണം ഇഹത്തിലും പരത്തിലും പിന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അള്ളാഹുവിലേക്ക് ലയിച്ച് സമ്പൂർണ്ണ മനുഷ്യനായി ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ ലിസാന ഇല്ലല്ലാ, പിന്നെ ഒക്കെ അള്ളയാണ്, അല്ല അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ പദവിയിലേക്ക് ആദ്യം എത്തിയ ആൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്നും പറഞ്ഞുകൊണ്ട് നബിൻ്റെ പേരിൽ വമ്പം കളവും പറയാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും എന്തല്ല ഈ നിലക്കുള്ള അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ കുഫറും പഠിപ്പിക്കുകയല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൗഹീദ്. അപ്പോൾ ഇത് പച്ച മലയാളത്തിൽ ആളുകൾക്ക് വായിക്കാൻ പാകത്തിന് ഇവരെന്താക്കിയിട്ടുണ്ട്, ഇതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏറ്റവും അവസാനം മർക്കസിലെ ബസീർ സക്കാഫി പ്രസംഗിക്കും ചെയ്തേക്കണേ. ഇത് അതുണ്ട് മൂപ്പരെ. പിന്നെ ഈ മടവൂരിൻ്റെ മൗലിദിൽ ഇഷ്ടം പോലെ ഉണ്ട്. മടവൂരിൻ്റെ മൗലിദിലെ ഓരോ ഭാഗം എടുത്ത് നോക്കിയാലും മടവൂർ ഒറ്റ വാക്കിൽ, ആ പുസ്തകത്തിലെ ഒറ്റ വാക്കിലെ ഉത്തരം മടവൂർ അല്ല എന്നുള്ളതാണ്. അതിനാണ് മൂപ്പര പുസ്തകം കാന്തപുരാണ് അവതാരി എഴുതി കൊടുത്തിരിക്കുന്നത്. ആ പുസ്തകം എഴുതിയ അതിനാണ്. അത് മൂപ്പര് പ്രസംഗിച്ചു എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പോൾ ഈ സൂഫിസവും ഷിയായിസവും ഇവർക്ക് തലയിൽ പിടിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇയാൾ പറഞ്ഞത് തൗഹീദ് ഖാസുൽ ഖാസാണ്. അതായത് സൂഫി വിശ്വാസപ്രകാരമുള്ള തൗഹീദിൻ്റെ 3ാമത്തെ ഇനമാണ് ഇപ്പോൾ MT എന്തായത്, ലാ ഫിൽ ജുബ്ബത്തെ ഇല്ലല്ലാ, ഈ മാ ഫിൽ ജുബ്ബത്തെ ഇല്ലല്ലാ, ഈ ജുബ്ബയിലുള്ള അല്ല അല്ലാതെ വേറെ ആരും അല്ല എന്നുള്ളത് മുപ്പരെത്തിയത്. ഇനി ഇതിനെതിരെ അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ശക്തമായി പടപൊരുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ, അതേപോലെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ കാഫിയയിൽ പറഞ്ഞത് വെച്ചാൽ പിന്നെ നസറുല്ലലാലത്ത മിൻ സഫാത്തി റഈ എന്നാണ്. ഇവരുടെ ഈ ഇത്തരം വിഡ്ഢിത്തപരമായ ചിന്തകൾ കൊണ്ട് ലൊലാലത്തിനെ ഇവർ സഹായിച്ചു. വഅസൗ ജുയൂഷദ്ദീനി വൽ ഖുർആൻ എന്നാണ്. ഖുർആനിൻ്റെയും ദീനിൻ്റെയും സൈന്യത്തോട് ഇവർ യുദ്ധം ചെയ്തു എന്നാണ്. അപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ ഇസ്ലാമിൻ്റെ വിശ്വാസത്തോട് പരസ്യമായി യുദ്ധം ചെയ്ത ആളുകളാണ് ഈ ഷിയാക്കളും സൂഫികളും ഈ ബറേൽവികളുമൊക്കെ. അവരുടെ ഇത്തരം ആശയങ്ങളെ ചുമന്നുകൊണ്ടാണ് ഈ ആളുകൾ നടക്കുന്നത്. അതിലിപ്പോൾ ഈ വഹദത്തുമാലയിൽ പറയുന്നുണ്ട്, മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാൽ ഉത്തരം നൽകുന്നത് അള്ളയാണ്, അള്ളാഹിനെ വിളിച്ചാൽ ഉത്തരം നൽകുന്നത് മൊഹീദ്ദീൻ ഷെയ്ഖാണ്. അപ്പോൾ ഇതിന് കാരണം എന്താ, രണ്ടും ഒന്നാണ്. ആ സങ്കല്പം എന്നിട്ട് പോലും പറയാം ഇത് എങ്ങനെ ശങ്കരാചാര്യയുടെ അദ്വൈതവാദാകുക. അത് പിന്നെ ഇപ്പോൾ ഈ MT പറഞ്ഞ ഇതേ സംഗതി തന്നെ ഈ ഷുഹൈബുൽ ഹൈത്തമി പറഞ്ഞ ഇവരോട് വലിയ ചിന്തകളുണ്ട്. അപ്പോൾ അയാൾ സുപ്രഭാതം പിന്നെ 2024 ഒക്ടോബർ 18 വെള്ളി വന്ന ലേഖനാണ് മതേതര സൂഫിസം പുകയിൽ വിരിയുന്ന മഴവില്ലുകൾ എന്ന് പറഞ്ഞിട്ട് അയാളിവിടെ പറഞ്ഞൊരു വാക്കുണ്ട്. അഥവാ പിന്നെ ഇസ്ലാം ചെലുത്തുന്ന കീർത്തനങ്ങൾ ദേഹത്തിന് മേൽ മാത്രമല്ല ദേഹിക്ക് മേലും ഉണ്ടാകുമ്പോൾ മാത്രമേ അത് ജൈവിക മതമാവുകയുള്ളൂ എന്ന ലളിത യുക്തിയുടെ നിഷേധമാണിത്. അപ്പോൾ മൂപ്പര് പറഞ്ഞ മദ്കൂറിലേക്ക് ആണ് ചേരുന്നല്ലോ പറഞ്ഞത്. അതാണ് വെറും ദിക്ർ ചൊല്ലൽ മാത്രമല്ല, ദിക്ർ ചൊല്ലുന്ന ആൾ എന്ത് ചെയ്യണം, അയക്കൻ ലയിച്ച് പോകണം എന്ന് പറഞ്ഞാൽ അയാളും അള്ളായിട്ടാണ് മാറണം. എന്നിട്ട് ഇതിനെ വെള്ള പൂശാനാണ് ഇയാൾ ഈ ലേഖനം എഴുതി കൂട്ടിയത്. അപ്പോൾ ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ ഇസ്ലാമിൻ്റെ പേരിൽ ഇവർ പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ പൊള്ളത്തരം കൃത്യമായി ബോധ്യപ്പെടുത്തൽ, ഇത് ഇല്ല എന്നൊരു ഭാഗത്ത് അതാണ് ഇതൊരു ഏറ്റവും വലിയ അപകടം. അതാണ് സാധാരണക്കാർക്ക് മുമ്പിലും തെളിവുകൾക്ക് മുമ്പിലും ഇവർ ഒരു മുഖം സ്വീകരിക്കും, ഏത് ഇല്ല എന്നുള്ളത്. എന്നാൽ ഇവർക്ക് ഇത് എവിടെയെല്ലാമാണോ പ്രതിഫലിപ്പിക്കേണ്ടത് അവിടെ ഇവർ അത് കൃത്യമായിട്ട് പ്രസംഗിക്കുകയും ചെയ്യും. മഹാനായ അബുൽ ഇസ്സ അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം
പിന്നെ അഖിയ ത്വഹാവിക്ക് ഷറഹ് എഴുതിയപ്പോൾ പിന്നെ ഇമാ ത്വഹാവി റഹിമഉല്ല അദ്ദേഹത്തിൻ്റെ അഖിയ ത്വഹാവിയെ തുടങ്ങുന്നത് തന്നെ ഇത്തരം പൊള്ളത്തരങ്ങൾ പൊളിച്ചുകൊണ്ടാണ്, പ്രത്യേകിച്ച് ഈ സൂഫികളുടെ ഈ വിശ്വാസങ്ങൾ പൊളിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ചർച്ച ഇങ്ങനെ അവസാനിപ്പിക്കുമ്പോൾ അബുൽ ലിസാൻ അനഫി റഹിമഉല്ല പറയാണ്, ഫഹാദ കലാമുല്ലാഹിൽ മുനസ്സൽ അലാ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കപ്പെട്ട കലാം ഇവിടെ ഉണ്ട്. വഹാദിഹി സുന്നത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇവിടെ ഉണ്ട്. വഹാദ കലാമു ഖൈറുൽ ഖുറൂനി ബഅദ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഉണ്ടായ ആ ഖൈറുൽ ഖുറൂൻ, ഉത്തമ തലമുറ, അവരെ കലാം ഇവിടെയുണ്ട്. അതേപോലെ വസാറാത്തുൽ ആരിഫി അയിമ്മ, അഹ്ലുസുന്നയുടെ അയിമ്മത്തിൻ്റെ കലാം ഇവിടെ ഉണ്ട്. ഹൽ ജാ ദിക്റുൽ ഫനാഇ ഫിഹാ എന്നാ ചോദിച്ചത്. അവിടെ എവിടെയെങ്കിലും ഈ ഫനാവ് വാദം വന്നോ? ഏത് തൗഹീദ് ഖാസുൽ ഖാസ് എന്ന ഈ ചർച്ച ഖുർആനിലോ ഹദീസിലോ ഉത്തമ തലമുറയിലോ ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. വഹാദ തഖ്സീമു അൻ അഹദിൻ മിൻഹും, ഇങ്ങനെ ഒരു വിഭജനം അവരിൽ നിന്ന് ആരെങ്കിലും ഇത് വന്നിട്ടുണ്ടോ? വഇന്നമ ഹസല ഹാദാ മിൻ സിയാദത്തിൽ ഉലൂവി ഫിദ്ദീൻ, ഇത് ദീൻ അതിരുവിട്ടതുകൊണ്ടാണ്. അൽ മുഷബ്ബഹു ലി ഉലൂവിൽ ഖവാരിജ് ബൽ ലി ഉലൂവിൻ നസ്വാറ ഫി ദീനിഹിം എന്നാണ്. ഈ ഖവാരിജുകളോട് സാമ്യതയുള്ള, അതിനേക്കാളപ്പുറം നസ്രാണികളോട് സാമ്യതയുള്ള അത്തരം ആളുകളിൽ നിന്നാണ് ഇതൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവരെ കണ്ട് നടക്കുന്ന സാധാരണക്കാർ ചിന്തിക്കുക, തനിച്ച കുഫറിലേക്കും അനിസ്ലാമികതയിലേക്കുമാണ് ഇത്തരം സംസാരങ്ങളിലൂടെ എഴുത്തുകളിലൂടെ ഇവർ ആളുകളെ വലിച്ചു കൊണ്ടുപോകുന്നത്. ഇതിലിപ്പോൾ ഈ ത്രിമാന തീർത്ഥത്തിൽ ഈ ഫനായിൻ്റെ ഭാഗം കൂടി ഒന്ന് വായിക്കുക. അപ്പോൾ അൽ ഫന വൽ ബക്കാന്ന് ഒരു പ്രത്യേക ബാബ് 110 പേജിലുണ്ട്. എന്നിട്ട് പറയാണ് 9, യഥാക്രമ ലയനം സ്ഥിരത, മഹാത്മാക്കൾ അള്ളാഹുവിൽ ലയിക്കുന്നു, സ്വന്തമായി അവർക്കൊന്നുമില്ല എന്നല്ല, അവരേയില്ല. കണ്ടോ, വെള്ളത്തിൽ ലയിക്കുന്ന പഞ്ചസാര അതിൽ ശാശ്വതമാണ്, സ്ഥിരമാണ്. ഔലിയാക്കളിൽ ചിലർ പൂർണ്ണ ലയനം പ്രാപിച്ചാൽ അള്ളാഹു ഞാൻ അള്ളാഹു എന്ന് തിരിച്ചും മറിച്ചും പറയും. തീയിലിട്ട ഇരുമ്പ് തീ പോലെയാകുമല്ലോ. ഫനാ ബക്കായിൻ്റെ അവസ്ഥ ലഭിച്ച മഹാത്മാക്കളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ആയത്തുകളെ വരെ ഹദീസുകളെ വരെ ഈ തനിച്ച കുഫറിന്, അന്ധവിശ്വാസത്തിന് ഇവർ തെളിവായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരിക്കലും ഇസ്ലാമല്ല. ഇതിനെ എങ്ങനെ എന്ത് ദിക്ർ എന്ത് പേരിട്ട് ഇതിനെ വെള്ളപൂശാൻ നോക്കിയാലും ഇതൊരിക്കലും ഇസ്ലാമല്ല. ഇത് തീർത്തും അനിസ്ലാമികമാണ്, കുഫറാണ്. പണ്ഡിതന്മാർ എല്ലാ അർത്ഥത്തിലും കഴിയുന്ന പോലെ പ്രമാണങ്ങൾ കൊണ്ട് ഇതിൻ്റെ അടിവേരെറുക്കാൻ ഇക്കാലം അത്രയും പണിയെടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ ഈ ഇസ്ലാം ഇബാദത്തായി പഠിപ്പിച്ച അധികാറുകളുടെ മറവിലാണ് ഇത്ര ഗുരുതരമായ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കണം. സ്വാഭാവികമായിട്ടും ഇത് നമ്മൾ ആളുകൾ പണ്ഡിതന്മാർ പിടിച്ച് അത് സമൂഹത്തിന് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് വിഷയമാണോ ഉന്നയിച്ചത് അതിനെ തൊടാതെ അതിനെ അഡ്രസ്സ് ചെയ്യാതെ മൊത്തത്തിൽ ഇവരിത് ദിക്കറുകൾക്കെതിരാവുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രചരണമാണ് ഇവർ നടത്തുക. ശരിക്കും ഇവർ പഠിപ്പിക്കുന്നൊരു ദിക്കറുകളും ഇസ്ലാം പഠിപ്പിക്കുന്ന ദിക്കറും നമ്മൾ വേർതിരിച്ച് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യകത അവിടെ അല്ലേ? തീർച്ചയായും. കാരണം ഇസ്ലാം എന്നുള്ളത് നമുക്കറിയാം ശരിയായ പാതയാണ്. നേരത്തെ മുസ്ലൈ പറഞ്ഞതുപോലെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് നമ്മൾ 17 പ്രാവശ്യം ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സിറാത്തുൽ മുസ്തഖീം അഥവാ നേരായ വഴി, വളവില്ലാത്ത വഴി, നല്ല വിശാലമായ വഴി, ഈ വഴിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനേക്ക് അടുക്കുവാൻ ദിക്റിനോളം അടുത്ത മറ്റു ഇബാദത്തുകളൊന്നുമില്ല. ദിക്റുകൾ ആ നിലക്ക് തന്നെ ചൊല്ലേണ്ടതാണ്. അതേസമയത്ത് ദിക്ർ ചൊല്ലി ഒരാൾ അള്ളാഹുവില്ല. ഇത് ഇവർ പറയേണ്ടത് എന്താ വെച്ചാൽ ദിക്ർ ചൊല്ലി അള്ളാഹു എന്നാണ്. അങ്ങനെയല്ല, അള്ളാഹുവിലേക്ക് അടുക്കുവാനും അള്ളാഹുവിനെ ഓർക്കുവാനും ഹൃദയത്തിന് ശാന്തി ലഭിക്കുവാനും ഒക്കെയാണ് അള്ളാഹു ദിക്റുകളെ സംവിധാനിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരേ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ വിശ്വാസികൾക്ക് മാത്രമേ എന്ത് കഴിയുള്ളൂ? അള്ളാഹു നിർദ്ദേശിച്ചതുപോലെ ദിക്റുകൾ ധാരാളമായി ചൊല്ലാൻ കഴിയുള്ളൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്കാറു സ്വബാഹ്, രാവിലെ ചൊല്ലേണ്ട ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്കാറുൽ മസാ, വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിൽ ചൊല്ലേണ്ട, ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ, ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ദിക്റുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ദിക്റുണ്ട്, അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ദിക്റുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ ദിക്റുണ്ട്, ഒളൂ ചെയ്ത് കഴിഞ്ഞ് അതിന് ശേഷം എന്തുണ്ട്? ദിക്റും പ്രാർത്ഥനകളുണ്ട്. നിസ്കാരത്തിൽ ഓരോ ഘട്ടത്തിലും ദിക്റുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ദിക്ർ, വീട്ടിലേക്ക് കയറുമ്പോൾ, അതുപോലെ വാഹനത്തിൽ കയറുമ്പോൾ. എന്തിനേറെ പറയുന്നു, ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്ന സമയത്ത്, അവർ ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് വരെ ദിക്റുകൾ പഠിപ്പിച്ച മതമാണ് ഇസ്ലാം.
ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലൊക്കെ എന്തുണ്ട് ദിക്റുണ്ട്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ ദിക്റൊക്കെ ചൊല്ലണ സമയത്ത് വേറൊന്നുമില്ല, അല്ല മാത്രം എന്നുള്ള ആ ഒരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകേണ്ടത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, ഫഇദാ ഖളൈതും മനാസിക്കക്കും ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റ. ഹജ്ജിൽ മുഴുവനുള്ളത് എന്താണ്? അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റുകളാണ്. ആ ഹജ്ജിൽ നിന്ന് വിരമിച്ചാൽ വീണ്ടും നിങ്ങൾ എന്താക്കണം? അള്ളാഹുവിനെ ഓർക്കണമെന്ന് പറഞ്ഞു. വിശ്വാസികളെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വ ഖുഊദൻ വ അലാ ജുനൂബിഹിം എന്നാണ് പറഞ്ഞത്. വ അലാ ജുനൂബിഹിം വ യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിനെ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഒക്കെ ഓർക്കുന്ന ആളുകളാണ്. അപ്പോൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്യാത്തൊരവസ്ഥയും ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല അദ്ദാക്കിരീൻ അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വ അജ്റൻ അദീമ. അള്ളാഹു സുബ്ഹാനഹു വ തആല വമ്പിച്ച പ്രതിഫലമാണ് അള്ളാഹുവിനെ ദിക്ർ ചെല്ലുന്ന ആളുകൾക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ദിക്റില്ലാത്ത ഒരു ഇരുത്തമോ ഒരു എണീക്കലോ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മാമിൻ ഖൗമിൻ ജലസു മജ്ലിസൻ വതഫറഖു മിൻഹു ലം യദ്കുറുല്ലാഹ ഫീഹി ഇല്ലാ കഅന്നമ തഫറഖു അൻ ജീഫത്തി ഹിമാരിൻ വകാന അലൈഹിം ഹസറതൻ യൗമൽ ഖിയാമ. ഇതാണ് നമ്മളെ വിശ്വാസം. അതായത് ഒരു മജ്ലിസിൽ നമ്മളിരുന്നു, നമ്മളിവിടെ പ്രൂഫ് പോയിന്റ് തുടങ്ങിയപ്പോൾ എന്താ ഹംദും സ്വലാത്തും ചൊല്ലിയാൽ തുടങ്ങിയത്. നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ അതും അൽഹംദുലില്ലാഹ് ചൊല്ലിയിട്ടാണ് എന്താക്കാറില്ല, അവസാനിപ്പിക്കാറില്ല. എന്തതിനുള്ള കാരണം? അതൊരു യാന്ത്രികമായി വരുന്നതല്ല, നമ്മളെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെ ഹംദും സ്വലാത്തും ചൊല്ലാൻ കഴിയാത്തൊരു മജ്ലിസ്, ഹംദും സ്വലാത്തും ചൊല്ലി അവസാനിപ്പിക്കാൻ കഴിയാത്തൊരു മജ്ലിസ് എന്ന് പറയുമ്പോൾ അതൊരു എന്താണ് പറയുക, കഴുതയുടെ ശവം പോലെയാണ്. ജീഫത്ത് ഹിമാരി എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരലോകത്ത് നാളെ ചെല്ലുന്ന സമയത്ത് ഭയങ്കര അതിൻ്റെ പേരിൽ നിന്ദ്യതയും ഖേദവും ഉണ്ടാകുമെന്നുള്ളതാണ്. ഒരിക്കൽ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ ഉനബ്ബിഉക്കും ബിഖൈരി അമാലിക്കും. അല എന്ന് പറഞ്ഞാൽ ഇസ്തിഫാമിൽ അല്ല, അതിന് സാധാരണ പറയാറുണ്ട്. അലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്തിഫ്താഹിൻ്റെ ആലത്ത് എന്ന് പറയാം, ഒരു കാര്യം തുറന്ന് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ്. അപ്പോൾ പഠിപ്പിക്കുകയാണ്, അല ഉനബ്ബിഉക്കും ബിഖൈരി അമാലിക്കും, നിങ്ങളുടെ അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായൊരു അമലിനെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്നാണ്. എന്നിട്ട് പറഞ്ഞത് വ അസ്കാഹ ഇന്ദ മലിക്കിക്കും, നിങ്ങളുടെ യജമാനനായ റബ്ബിൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായ അമലാണത്. വ അർഫഇഹ ഫി ദറജാത്തിക്കും, നിങ്ങളുടെ സ്ഥാനങ്ങളെ ഉയർത്തുന്ന ആ ഇതിൽ എന്താണ് നിങ്ങളെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യം. വ ഖൈരിൻ ലക്കും മിൻ ഇൻഫാഖി ദഹബി വൽ വരിഖ്, സ്വർണവും വെള്ളിയുമൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്നതിനേക്കാൾ ഉന്നതമായ കാര്യം. വ ഖൈരിൻ ലക്കും മിൻ അൻ തൽഖു അദുവ്വക്കും വ തദ്രിബു അനാഖക്കും വ യദ്രിബു അനാഖക്കും, അഥവാ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടി വരികയും യുദ്ധത്തിൽ വെച്ച് നിങ്ങളുടെ ശത്രുക്കളെ കണ്ടുമുട്ടേണ്ടി വരികയും എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എന്താണ് അതുമായി ബന്ധപ്പെട്ട് അതിനേക്കാളൊക്കെ ഉത്തമമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടെ എന്ന് വെച്ചപ്പോൾ എന്നിട്ട് പറയാം ഖാലു ബലായ റസൂലല്ലാഹ് പറഞ്ഞപ്പോൾ ദിക്റുല്ലാഹ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദിക്ർ എന്ന് പറഞ്ഞാൽ ഒരു മത്സ്യത്തിന് ജീവിക്കുവാൻ വെള്ളം എത്ര കണ്ട ആവശ്യമാണോ അതിനേക്കാൾ അനിവാര്യമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൽ ജീവൻ നിലനിൽക്കാൻ ദിക്റിൻ്റെ ആവശ്യം എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി പറഞ്ഞു സബക്കൽ മുഫർരിദൂ എന്ന് പറഞ്ഞു. സബക്കൽ മുഫർരിദൂ എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, എന്ത് ബമൽ മുഫർരിദൂന യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ ആരാണ് ഈ മുഫർരിദീങ്ങൾ എന്ന് ചോദിച്ചു. അപ്പോൾ ഖാല അദ്ദാക്കിറൂന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത് എന്നാണ്. മാത്രമല്ല നമ്മളെ വിശ്വാസം എന്താ, മസലുല്ലദി യദ്കുറു റബ്ബഹു വല്ലദി ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. നേരത്തെ പറഞ്ഞ മുഫരിദീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരും ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും. ഇനി ദിക്ർ ചെല്ലുന്നവനും ദിക്ർ ചെല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ശവവും ജീവിച്ചിരിക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസമാണെന്നാണ്. അതായത് ദിക്ർ ചെല്ലുന്നയാളെ ജീവനുള്ള ശരീരത്തോടും ദിക്ർ ചെല്ലാത്തവനെ ശവത്തോടുമാണ് ഉപമിച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും എന്തിനല്ല, നേരത്തെ പറഞ്ഞ ഒളിച്ചു കളത്തിൽ നിന്നുള്ള ഏർപ്പാടല്ല. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ പിറ്റേന്ന് അള്ളാൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നമുക്കിതുകൊണ്ട് ലഭിക്കേണ്ട നേട്ടങ്ങൾ അള്ള നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനു വേണ്ടി തന്നെയാണ്, അതല്ലാതെ അള്ളയാകാനല്ല. അള്ളയാകുവാൻ എന്നുള്ള ചിന്ത വരുന്നുണ്ടോ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശൈത്താനിയത്താണ്. ആ ശൈത്താനിയത്തിനെ കടത്തിക്കൂട്ടുവാൻ വേണ്ടി
ഇത്തരത്തിൽ ഷെയ്ത്താൻ വരുന്ന എന്താണ് ഷെയ്ത്താനിനെ നിന്നും രക്ഷ തേടാൻ വേണ്ടി അള്ളാഹ് പഠിപ്പിച്ചെന്ന വഴിയാണ് ദിക്ർ. ആ ദിക്റിനെയാണ് കൂട്ടുപിടിക്കേണ്ടത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ അത്ഭുതമായി കൊണ്ട് തോന്നുന്നത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു അഅലം. ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും സംഘടനാ വ്യക്തി താല്പര്യങ്ങൾക്കപ്പുറം ദീനിൻ്റെ യഥാർത്ഥ വശം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തയ്യാറുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാനോ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഗൗരവമേറിയ ഗുരുതരമായ വാദങ്ങളെയാണ് അതിൻ്റെ യഥാർത്ഥ വശങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്തത്. കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനും ഇത് ഫലപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.